എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ പഠിച്ച ചെറിയ പാഠങ്ങൾ എന്ന പരമ്പരയിലേക്ക് വീണ്ടും വരുമ്പോൾ ജീവിതം എന്നെ പഠിപ്പിച്ച ഒരു സത്യം എപ്പോഴും ഓർമ്മ വരും. ഞാൻ സുഖമായിരുന്ന നിമിഷങ്ങളല്ല എന്നെ വളർത്തിയത്. അപ്രതീക്ഷിതമായ സംഭവങ്ങളും ഞെട്ടിച്ച അനുഭവങ്ങളും തിരിച്ചടികളും എനിക്ക് പല പാഠങ്ങളും നൽകി. ചിലപ്പോൾ ഞാൻ ചുറ്റുമുള്ളവരെ ശ്രദ്ധിച്ച നിമിഷങ്ങളിലൂടെയും ഞാൻ ചിലത് ഗ്രഹിച്ചു. ഓരോ സാധാരണ ദിവസവും ഒരു മറഞ്ഞിരിക്കുന്ന പാഠമാണ് എന്നും അതിൽ നിന്ന് ചികഞ്ഞെടുത്ത് പഠിക്കുന്നത് എന്റെ ഉത്തരവാദിത്വമാണ് എന്നും. ഇന്ന് നാം ചിന്തിക്കുന്നത് മിക്കവാറും എല്ലാ വീടുകളിലുമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. രണ്ട് വ്യത്യസ്ത ആളുകൾ ചേർന്ന് എഴുതിയ ഒരു ജീവിതരേഖ. ഒരു അമ്മ എപ്പോഴും തന്റെ കുഞ്ഞിനോട് പറയും, നീയാണ് ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടത്. അവർ പറയുന്നത് ആത്മാർത്ഥമായാണ്. കാരണം 9 മാസം സ്വന്തം ശരീരത്തിൽ ആ കുഞ്ഞിനെ ചുമന്നത് അവരാണല്ലോ. എന്നാൽ അച്ഛൻ വാതിക്കൽ നിന്ന് ഒന്ന് മൂളിക്കൊണ്ട് വളരെ ശാന്തമായി പറയും, ഒന്ന് ഓർത്തോളൂ, ഈ വീടിന് പുറത്ത് എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു വലിയ ചിന്തകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ സ്നേഹം വെണ്ണ പോലെയാണ്, അത് ഹൃദയത്തെ അലിയിക്കും. എന്നാൽ അച്ഛന്റെ സ്നേഹം ഇരുമ്പ് പോലെയാണ്, അത് നിങ്ങളെ മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റും. കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ മാതാക്കളുടെ സ്നേഹബന്ധം എന്ന് പറയുന്നത് അതിലുപരി വളരെ ആഴമുള്ളതാണ്, പവിത്രമാണ്, ത്യാഗപൂർണമാണ്, ഒരായുസ് മുഴുവൻ നീണ്ടു നിൽക്കുന്നതുമാണ്. പക്ഷേ കുട്ടികൾ വളരുന്നതനുസരിച്ച് ലോകം അവരെ വീട്ടിലെ പോലെ മൃദുവായി കൈകാര്യം ചെയ്യില്ല. സ്കൂളിലേക്കോ കോളേജിലേക്കോ ജോലിയിലേക്കോ കടക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ മനസ്സിലാകും, നമ്മെ ഇഷ്ടപ്പെടാത്തവരും നമ്മോട് മത്സരിക്കുന്നവരും നമ്മെ വീഴ്ത്താൻ ആഗ്രഹിക്കുന്നവരും ജീവിതത്തിലുണ്ടാകും. ഉദാഹരണത്തിന്, നീ പെർഫെക്റ്റ് ആണ്, മിടുമിടുക്കിയാണ് എന്ന് മാത്രം കേട്ട് വളരുന്ന ഒരു കുട്ടി സ്കൂളിൽ ടീച്ചറുടെ കുറ്റം പറച്ചിലുകൾ കേൾക്കും. കൂട്ടുകാർ അവളെ കുത്തുവാക്കുകൾ കൊണ്ട് മൂടും. വീട്ടിൽ ഒരിക്കൽ പോലും നോ എന്ന വാക്ക് കേൾക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ജോലിസ്ഥലത്ത് ബോസ് പലതിലും വിലക്കും. സഹപ്രവർത്തകർ കുതികാൽ വിട്ടും. എല്ലാം മറ്റുള്ളവർ വീട്ടിൽ ചെയ്തു കൊടുത്ത ആളിന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നത് ഭയപ്പെടുത്തുന്ന ഒന്നായി മാറും. എന്റെ സ്വന്തം ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ നേരിടാൻ തുടങ്ങിയ സമയം ഞാൻ ഓർക്കുന്നു. കഠിനാധ്വാനം ചെയ്താൽ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു നിഷ്കളങ്കനായിരുന്നു ഞാൻ. എന്നാൽ ജോലി സ്ഥലത്തെ ചില തന്ത്രങ്ങളിലൂടെ മറ്റാരോ എന്നെ പിന്നിലാക്കിയപ്പോൾ എനിക്ക് വലിയ മുറിവേറ്റു. എനിക്ക് ന്യായമായി കിട്ടേണ്ട അവസരങ്ങൾ മറ്റുള്ളവർ കൈക്കലാക്കുന്നത് ഒരു ജീവിത യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയാൻ ഞാൻ സമയമെടുത്തു. എനിക്ക് എപ്പോഴും നമ്പർ 1 ആകാൻ കഴിഞ്ഞെന്ന് എന്റെ വീടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് ഓടിയൊളിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പ്രതിസന്ധികളെ നേരിടുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തം കാണിക്കുകയും സ്വന്തം അവകാശങ്ങൾ പൊരുതി നേടുകയും ചെയ്യുന്നതൊക്കെയാണ് വ്യക്തിത്വ വളർച്ചയുടെ പാതയിലെ അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എന്ന് തിരിച്ചറിയാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു. നിങ്ങൾ ഇപ്പോൾ കുട്ടികളെ വളർത്തുന്നവരോ അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വഴി കാട്ടുന്നവരോ ആണെങ്കിൽ ശ്രദ്ധിക്കുക. കുട്ടികളെ വളർത്തുക എന്നത് ഒരു സുഖം മാത്രം നൽകുന്ന കുഷ്യൻ പോലെ ആകാൻ പാടില്ല. മറിച്ച് കഠിനമായ ശിക്ഷണം മാത്രവും ആവരുത്. മാതാപിതാക്കൾ രണ്ടുപേരും ചേർന്ന് പ്രായോഗികമായി എടുക്കുന്ന ഒരു കൂട്ടായ ശ്രമമാണ് വേണ്ടത്. ചിലപ്പോൾ കുട്ടികൾ ചെയ്യുന്ന തെറ്റുകളുടെ ഭവിഷ്യത്തുകളിൽ നിന്ന് അവരെ സംരക്ഷിക്കാതെ അമ്മമാർ കുറച്ചൊന്ന് കടുപ്പിച്ച് നിൽക്കേണ്ടി വരും. മറ്റു ചിലപ്പോൾ പുറത്തുള്ള ലോകം കുട്ടിയോട് ക്രൂരമായി പെരുമാറുമ്പോൾ അച്ഛൻ തന്റെ കാർക്കശ്യം കുറച്ചിട്ട് അവർക്കൊരു സുരക്ഷിത താവളം ഒരുക്കേണ്ടി വരും. ലോകത്തിൽ നിന്ന് വലിയൊരു ആഘാതം കിട്ടുന്നതിന് മുമ്പ് അവരെ സ്നേഹിക്കുന്ന ആളുകളുടെ നടുവിൽ വീട്ടിൽ വെച്ച് തന്നെ ഉത്തരവാദിത്വവും പരാജയങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവും അവർ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓർക്കുക, കൊടുങ്കാറ്റിൽ നിന്ന് അവരെ ഒളിപ്പിച്ചു നിർത്തുന്നതല്ല, മറിച്ച് കൊടുങ്കാറ്റിൽ എങ്ങനെ ഒരു സുരക്ഷാ സ്ഥാനം ഉണ്ടാക്കാം എന്നവരെ പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥ കരുതൽ. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം തന്റെ ബാല്യകാലത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അമ്മ ആഷിയമ്മ വീട്ടിലുണ്ടായിരുന്ന പരിമിതമായ ആഹാരം മകന് മുഴുവനായി നൽകി എത്രയേറെ സ്നേഹത്തോടെയാണ് കലാമിനെ വളർത്തിയത്. എന്നാൽ അച്ഛൻ ജൈനുലാബ്ദീൻ ഒരു സാധാരണ വള്ളക്കാരനായിരുന്നു. അദ്ദേഹം കലാമിനെ പുലർച്ചെ 4 മണിക്ക് വിളിച്ചുണർത്തി പള്ളിയിലും പിന്നെ മറ്റു പണികൾക്കുമായി കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. ഒട്ടും ദയയില്ലാത്ത ആ ലോകത്തെ എങ്ങനെ നേരിടണം എന്ന് കലാം പഠിച്ചത് അച്ഛന്റെ ആ പരുക്കൻ കൈകളിൽ പിടിച്ചാണ്. കുട്ടികളുടെ മുറിവുകൾ ഉണക്കാൻ നിങ്ങളുടെ നിരുപാധികമായ സ്നേഹം അവർക്ക് നൽകുക. പക്ഷേ അതോടൊപ്പം ലോകത്തെ നേരിടാനുള്ള കവചമായി യാഥാർത്ഥ്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക. സ്നേഹവും യാഥാർത്ഥ്യവും ഒരുമിച്ച് കൈപിടിച്ച് നടക്കുമ്പോഴാണ് ഒരു കുട്ടി ഉത്തരവാദിത്വമുള്ള ഒരു മികച്ച വ്യക്തിയായി മാറുന്നത്. നന്ദി, നമസ്കാരം.